ഇതെന്താണ് ഫിലിം ഫെയർ അവാർഡിന്റെ ശില്പോ? എടി നിന്റെ കൂട്ടുകാരൻ നോവലിസ്റ്റ് ആയ കൂട്ടുകാരൻ ഈ വീട്ടിൽ വരാന്നും പറഞ്ഞ് എന്നെ കൊണ്ട് ഈ മാട് പോലെ പണി ചെയ്യേണ്ട കാര്യം എന്താ? എന്റെ അച്ഛനും അമ്മ വന്നപ്പം അവൾ നിലത്ത് പായിട്ടാ കൊടുത്തത്. ഇപ്പൊ ബെഡ് വിരിക്കുന്നു, ഷീറ്റ് വിരിക്കുന്നു. എനിക്കറിയാമോ എന്താ ഇവിടെ സംഭവിക്കുന്നത്. എന്റെ ചേട്ടാ, നിങ്ങളുടെ അച്ഛനമ്മനെ ഈ നാട്ടിൽ ആർക്കെങ്കിലും അറിയാമോ? ഇല്ല, അറിയത്തില്ല. ഈ വന്നവൻ ആരാണെന്ന് ഓർത്തിട്ടാണ്. ആരാണ്? അവൻ ജനഹൃദയങ്ങളെ കീറി മുറിക്കുന്ന ഒരു എഴുത്തുകാരൻ. അപ്പൊ അവൻ എഴുത്തുകാരനല്ല, അസിസ്റ്റന്റ് സർജൻ. സർജനാ? ഒന്ന് പോ ചേട്ടാ അവിടുന്ന്. അവൻ ആ ലോഡ്ജിലിരുന്ന് എഴുതിയിട്ട് മറ്റേ ഏത്തക്ക കിട്ടായില്ലെന്നേ. ഏത്തക്കയോ? ആ മറ്റേ എഴുതുമ്പോ കിട്ടണ ഒരു സാധനല്ലേ? എന്റെ പൊന്നെ, അത് ഏകാന്തത. അതില്ല. അവനെ എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് കേട്ടോ. അതാ എനിക്കറിയട്ടെ. അവനെ നീ എവിടെ വെച്ച് പരിചയപ്പെട്ടു, എവിടെ വെച്ച് കണ്ടു? അത് നമ്മളെന്നാ ഗ്രേസ്യമ്മയുടെ മോക്കടെ കല്യാണത്തിന് പോയി ഓർമ്മയുണ്ട? ഓർമ്മയുണ്ട്. ചേട്ടൻ അന്ന് എന്റെ ഇലയുടെ അറ്റത്ത് വന്നിരുന്നില്ലേ? നിന്റെ ഇലയുടെ അറ്റത്തിരിക്കാൻ ഞാൻ ഇരുമ്പുപുളി അച്ചാറോ? അതല്ലെന്ന് എന്റെ അടുത്ത് വന്നിരുന്നില്ലേ? അന്ന് ഞാൻ ചോറിനവിടെ ചോറിലേക്ക് കൈവച്ച് ഇങ്ങനെ കുഴക്കുമ്പോ ഇരിക്കണടാ അവൻ. ചോറിനകത്തോ? അല്ലെന്ന് അവന് ആൾക്കാരിങ്ങനെ ചുറ്റി വളഞ്ഞു വെച്ചേക്കണേ. അപ്പൊ അവൻ എഴുത്തുകാരനല്ല, പിന്നെ അവന്റെ പേരാണ് സെക്രട്ടറിയേറ്റ്. നിങ്ങൾ എങ്ങനെ കഥ പറയേണ്ട നേരത്ത് പോയി ആ മീനൊക്കെ ഇട്ട് തേച്ച് വെച്ചേ. എന്നാ പാത്രം കഴുക്. പിന്നെന്ത് ചെയ്യും? ആദ്യം തുണി അലക്കും, പിന്നെ പാത്രം കഴുകും, അവസാനം മീൻ വെട്ടും. ഓർഡർ തെറ്റിക്കല്ലേ. പിന്നെ അതെ, അടിപ്പാവട നീല മുക്കണമെന്നല്ലേ, ഞാൻ മുക്കിക്കോളാം കേട്ടല്ല. എന്തൊരു പാവം ചേട്ടനാ നോക്കുന്നത്. അതിരുകാക്കും മലയൊന്ന് തുടുത്തേ തുടുത്തേ. മനസ്സിലായില്ലേ? എന്നാ ഞാൻ പോയിട്ട് പിന്നെ വരാം. അയ്യോ മനസ്സിലായി, ഇങ്ങോട്ട് വന്നേ. അല്ല, പിന്നെ മനസ്സിലായില്ലെന്ന് പറഞ്ഞത്? അത് ഞാനൊരു അതിശയോക്തിക്ക് വേണ്ടി പറഞ്ഞല്ലേ. ഓ, അതിശോക്തി പോലും. പണ്ട് പഠിക്കുന്ന സമയത്ത് പ്രോഗ്രസ് റിപ്പോർട്ടിൽ അച്ഛന്റെ പേര് ഋഷി എന്ന് എഴുതാൻ അറിയാൻ മേലാത്ത ഇവള് താടിയും മുടിയും നീട്ടി വളർത്തിയ ഒരു മാമന്റെ പടം വരച്ചു വെച്ചിട്ട് അന്ന് അവിടെ നിന്ന് ഇറങ്ങി ഓടിയവളാണ് ഇവള്. അവള് പറഞ്ഞു കേട്ടോ അതിശോക്തി എന്ന്. ഞാൻ ആ ചൊക്ലി കടയുടെ ഇടവഴി കയറി വന്ന്. അല്ല, എന്നിട്ട് അവിടെ പട്ടി കുരക്കണേന്ന് കേട്ടില്ലല്ലോ. പട്ടി എങ്ങനെ കുരയ്ക്കാനാ? പട്ടിയുടെ 2 ചുണ്ടിലും ഞാൻ സ്റ്റാപ്ലർ വെച്ച് തിങ്കളാഴ്ച അടിച്ചു വെച്ചിട്ടുണ്ട്. സിന്ധു, എന്തോ എന്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം തോന്നുന്നുണ്ടോ? എന്തെങ്കിലും ഒരു മാറ്റം? അയ്യോ, ഇത് നിനക്കുള്ളതല്ല, ഇതാണ് ഗോൾഡ് ഫിഷ്. ഇവന് 2 ദിവസമായിട്ട് ഭയങ്കര അഹങ്കാരം. ഇന്ന് തന്നെ ഇവനെ ഒരു സ്വർണ്ണക്കടയിൽ കൊണ്ടുപോയി ഉരച്ചു നോക്കണം. ഇവന്റെ ദേഹത്ത് ഒരു തരി പൊന്നില്ലെങ്കിൽ ഇവൻ നാളെ മുതൽ ചെമ്പ് ഫിഷ്. അഹങ്കാരി. എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം തോന്നുന്നുണ്ടോ? എന്തെങ്കിലും തോന്നാൻ വഴിയില്ലല്ലോ, കാരണം ഞാനൊരു ബുദ്ധിജീവി അല്ലേ. അല്ലടാ, ഈ ബുദ്ധിയുടെ ഇൻഷ്യലാണോ ജീവി? ബുദ്ധിയുടെ ഇൻഷ്യലാണോ ജീവി? ഒരു മിനിറ്റ്, ഞാനൊന്ന് കുറിച്ചെടുത്തോട്ടെ. ബുദ്ധിയുടെ ഇൻഷ്യലാണോ ജീവി? എന്താടാ ഇത്? നീ കത്തിച്ചു കളയണം. ഒരു കാരണം വെച്ചാലും കുഴിച്ചിടരുത്. അത് കിളുത്തു വരും. കിളുത്തു വന്നാൽ ഇതുപോലുള്ള സാധനങ്ങൾ ഇനി നിന്റെ വായിന്ന് വീഴ് തിന്തു. അതുകൊണ്ട് അത് കത്തിച്ചു കളഞ്ഞാൽ മതി. എന്നിട്ട് കളിയാക്കല്. എന്തായാലും വന്ന് നിനക്ക് വന്നപ്പോ നിന്റെ ഭാര്യനെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ല. ഞാൻ കാവില് തൊഴാൻ വന്നതല്ല, നോവൽ എഴുതാൻ വന്നതാണ്. അതുകൊണ്ട് അവളെ കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല. അവൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും വരാറില്ല. അവള് കൂടുതലും തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് വരാറ്. അപ്പൊ നീ അവളെ ഊട്ടിയിലും കൊടൈക്കനാലും മൂന്നാറൊക്കെ കൊണ്ടുപോയല്ലേ? ഇല്ല, അവളെ ഞാൻ ഫ്രിഡ്ജിനകത്ത് കയറ്റി അടച്ചങ്ങ്. സിന്ധു, ഇപ്പൊ എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം തോന്നില്ല? എന്തെങ്കിലും ഈ അരി ഒന്ന് വന്നോ നോക്കിയേ. നീ പറഞ്ഞിട്ടോ എന്റെ കയ്യിൽ തവിയാണോ? ഞാൻ അരീക്കൽ ഹരി. വന്നവരുടെ പോവാണോ? അങ്ങനെ ചോദിച്ചു. പറഞ്ഞു. അയ്യോ, ഞാൻ എന്റെ ഒരു പറഞ്ഞു തുടങ്ങട്ടെ കൂട്ടുകാരെ. എന്താ ഇത്? അതെ, നിങ്ങൾ ഇവിടെ ചിരിച്ചോണ്ട് സംസാരിക്കേ. ഞാൻ ചായ എടുത്തിട്ട് വരാം. അയ്യോ, പറഞ്ഞ വീട്ടിൽ തെറ്റിപ്പോയി. നിങ്ങൾ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കും, ഞാൻ ചായ എടുത്തിട്ട് വരാം. മിസ്റ്റർ പുഴുക്കലരി. പച്ചരിയോ? ഗോതമ്പരി. എന്റെ പൊന്നെ, അരീക്കൽ ഹരി. അരീക്കൽ ഹരി. എനിക്കറിയാം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇതുണ്ടെന്ന്. എടുത്തോ. സിന്ധു, പുള്ളിക്ക് പുട്ടാ ഇഷ്ടമെന്നേ. സോറി, ഇപ്പൊ കത്തി. എടുത്തോ. സിന്ധു, പുള്ളിക്ക് അരക്കഷ്ണം പുട്ട് മതിയാ. അരക്കഷ്ണം പുട്ടാ. കാൽക്കഷ്ണം പുട്ട് എന്നിട്ട് എന്നെ പറ്റിക്കാനുള്ള പരിപാടിയാ. എനിക്ക് വേണ്ട.
ആണ്ട്രാ ഒരു പെഗ് അടിക്കാൻ കൊടുത്തപ്പോ വേണ്ടെന്നോ? അയ്യോ പെഗ്ഗാ? അയ്യോ, വേണ്ട അയ്യോ പെഗ്. വേണ്ട വിട്ടേ. മിസ്റ്റർ, 1989 ആ ഞാൻ നൂൽബന്ധമില്ലാതെ എഴുതിക്കൊണ്ടിരുന്ന സമയം. എല്ലാരും അങ്ങനെയാണോ എഴുത്തുകാരെല്ലാം? അയ്യേ, ഇയാളല്ലേ അത്? എന്റെ നോവലിന്റെ പേര് പറഞ്ഞ ആ നോവലിന്റെ പേരാണോ? നൂൽബന്ധമില്ലാതെ. അങ്ങനെ അവിടുന്ന് ഞാൻ എഴുതി, എനിക്ക് ബോറടിച്ചു. ആ. ഞാൻ അവിടുന്ന് നേരെ കോട്ടയം ബസ് സ്റ്റാൻഡിൽ ചെന്ന് ആ. ഒരു കാലിച്ചായം കുടിച്ച് അവിടുത്തെ കസേരയിൽ ഇങ്ങനെ ഇരിക്കാനായിട്ട് അവിടുന്ന് ബോറടിച്ചു. ഞാൻ നേരെ മുണ്ടക്കയം പാഞ്ചാലി വീട്ടിലേക്ക് ആഹാ. പോയി. അവിടെ ചെന്ന് ഒരു ചായയും കുടിച്ച് അവിടുത്തെ കലിങ്ങിന്റെ മൂട്ടിൽ വന്ന് ഇങ്ങനെ ഇരിക്കാനായിട്ട് ഇങ്ങനെ വന്ന് അവിടുന്ന് ബോറടിച്ചു. ഞാൻ നേരെ ബാംഗ്ലൂരിൽ ഒരു മുനിസിപ്പൽ പാർക്കിൽ ചെന്നു. അവിടെ കുട്ടികളെ കണ്ട് കുറച്ച് കപ്പലണ്ടി കുറച്ച് അവിടെ വന്ന് ഇങ്ങനെ ഇരിക്കാനായിട്ട് ഇങ്ങനെ പോട്ട കോപ്പ് ആണ്ടാ. കുറെ നേരമായി നീ ഉണ്ടാക്കുന്നു. ഒരു കാര്യം നീ മനസ്സിലാക്കണം. ഏ? അയ്യോ. ഒരു കാര്യം നീ മനസ്സിലാക്കണം. എടാ, പച്ചയായ ജീവിതം, പച്ചയായ ശൈലിയിൽ, പച്ചയായ രചനയിൽ മനുഷ്യരിലേക്ക് എത്തിക്കുന്ന ഒരു പച്ചയായ മനുഷ്യനടാ ഞാൻ. എന്നാണ് ചായ എന്നാ? അയ്യോ, അവന് ചായ കൊടുക്കണ്ടേ? അവൻ പച്ചവളത്തിന്റെ ആളാളി. അയ്യോ, അതെ, നിങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കണം? അവൻ അവിടെ ഇരുന്ന് എഴുതട്ടെ, നമുക്ക് അപ്പുറത്തോട്ട് പോവാ. എടാ, നിനക്ക് ഏകാന്തതല്ലേ വേണ്ട? നീ ഇരുന്ന് എഴുതങ്ങട്. ആ, ഇങ്ങോട്ട്. സിന്ധു ഒരു മീറ്റിംഗ് വേണം. സിന്ധു, എന്തോ? എടാ, നീ എന്തിനാടാ മൺചട്ടി വരുന്നത്? നീ പോടാ, നീ പോ. ചേട്ടാ, പോയി രണ്ട് കട്ടൻ ചായ എടുത്തിട്ട് വാ. സിന്ധു, എന്റെ നോവലിലെ കഥാപാത്രങ്ങൾ ജീവൻ കൊടുക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം. അതുകൊണ്ട് എന്റെ ഏറ്റവും പുതിയ നോവൽ, അതിലെ സ്റ്റെല്ലയായി നീ ഒന്ന് അഭിനയിച്ച് കാണിക്കണം. വിൻസെന്റ് ആയി ഞാൻ കിടക്കും. അങ്ങനെ അഭിനയിച്ച കൊള്ളൂരടാ. പണ്ട് നടത്തറ LP സ്കൂളിൽ ബെസ്റ്റ് ആക്ട്രസിനുള്ള സ്റ്റീൽ ഗ്ലാസും മേടിച്ച് സിന്ധു നടന്നു പോകുമ്പോൾ ഞാനാണ് അവിടെ നിന്ന് കൈയടിച്ചത്. ഞാൻ ചെയ്യാം, ഞാൻ ചെയ്യാം. അപ്പൊ അതങ്ങ് ഏറ്റ്. സ്ക്രിപ്റ്റ് തരാം. ആ, ഇന്നാ അത് വായിച്ചു പഠിച്ചു. നമുക്ക് തുടങ്ങാം. തുടങ്ങാം. ഓക്കെ. പണ്ട് ഡിസംബറിലെ ഒരു മഞ്ഞുള്ള രാത്രിയിൽ ഊട്ടിയിലെ ഗ്രീൻ വാലി റിസോർട്ടിൽ നമ്മൾ 105 റൂമിൽ ജീവിതം ആരംഭിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ 2 കാലിച്ചായയുമായി ഒരു റൂം ബോയ് വന്നിങ്ങനെ നടന്നു വന്നു. എന്താ ചായ? ചായ വേണമെന്ന് പറഞ്ഞു. ചായ അവിടെ എങ്ങാനും വെക്ക് കൂട്ടുകാരാ. പിന്നെ അവിടുന്ന് അപ്രതീക്ഷിതമായാണ് ഞാൻ അറിഞ്ഞത് നീ 5 മാസം ഗർഭിണിയായിരുന്നുവെന്ന്. പക്ഷേ നമുക്ക് ആ കുഞ്ഞിനെ നശിപ്പിച്ച് കളയാം. പറ്റില്ല വിൻസെന്റ്, പറ്റില്ല. ഈ കുഞ്ഞിനെ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. കാര്യം എന്റെ ഭർത്താവ് ഒരു മണ്ണുണ്ണിയായിരിക്കും. എന്റെ താളത്തിനകത്ത് തൊള്ളുന്ന വെറും മണ്ണുണ്ണി. പക്ഷെ നിങ്ങളുടെ ചോരയിൽ പിറന്ന ഈ കുഞ്ഞിനെ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ഈ കുഞ്ഞിനെ വളർത്തും. അയാളുടെ മകനായിട്ട് ഞാൻ വളർത്തും. പക്ഷെ എനിക്ക് ഒരു അനുവാദം തരണം. ആ കുഞ്ഞിനെ മാറി നിന്ന് കാണാനുള്ള ഒരു അവകാശം നീ എനിക്ക് തരണം. അന്ന് ദൂരെ മാറി നിന്ന് കണ്ടിട്ട് പോയിക്കോളൂ. ഇനി കൊതിയോടെ കാത്തിരിക്കാം ഞാൻ അമരത്തണലിലുറങ്ങും. ഇനി നീ എന്നെ കാണിക്കുവോ? ഞാനെല്ലാം കേട്ടു. അവരെല്ലാം കേട്ടെന്ന്. എങ്ങനെയുണ്ട്? നിനക്കുള്ളത് ഞാൻ തരാം. മാറ് മാറ്. അപ്പോൾ ആ തണുത്ത വെളുപ്പാങ്കാലത്ത് നീ ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നു അല്ലേ? നീ 5 മാസം ഗർഭിണിയായിരുന്നു അല്ലേ? ഇത് പിടി. ഇതെന്തിനാ? നിങ്ങൾക്കല്ല, നിന്റെ കുഞ്ഞിന് കൊടുക്ക. നിങ്ങൾ എനിക്ക് സന്തോഷമായിട്ട് ജീവിച്ചോ. മൃഗത്തിലെ കട്ടുറുമ്പായി ഞാൻ ഇനി ഉണ്ടാവില്ല. ഞാൻ പോണു. ഹലോ ഹലോ കുട്ടികാരാ, അതെന്റെ കഥാപാത്രമാണ്. ഇവിടെ ഗർഭപാത്രത്തെ കുറിച്ച് പറയുമ്പോൾ നിന്റെ കഥാപാത്രം മിണ്ടിപ്പോകല്. എന്റെ ചേട്ടാ, ഇത് അവന്റെ കഥയാണെന്ന്. ചേട്ടനല്ലോ, മണ്ണുണ്ണി 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 എന്തോ ഇതവന്റെ കഥയാണെന്ന്. ഇത് കണ്ട സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി വെച്ചേക്കണ. അവര് ഭ്രാന്ത്, അവര് പറഞ്ഞാ മനസ്സിലാവുമല്ലോ. അഭിനയിച്ചതാണെന്ന്. അതെയാണോ? എന്താണ്? സാമ്പാർ അടുപ്പായിരിക്കുക. എന്റെ പൊന്ന് സിന്ധു, എനിക്കൊന്ന് മനസ്സമാധാനത്തെ എഴുതണം. ഒന്ന് സമാനം തരുമോ? നീ എഴുതിക്കോ, ഞങ്ങൾ ശല്യപ്പെടുത്താൻ പറ്റില്ല. നീ എഴുതിക്കോ. എന്തൊരു പാടെന്ന് പറ എന്റെ അയ്യപ്പ. എന്റെ കഥാപാത്രം വിൻസെന്റ് ഗോളിയാറിൽ നിന്ന് എറണാകുളത്തേക്ക് വണ്ടി കയറുന്നു. അവിടെ റെയിൽവേ ട്രാക്കിൽ ഒരു മൃതദേഹം. വിൻസെന്റ് ആ മൃതദേഹത്തെ തുറച്ചു നോക്കി. ആ മൃതദേഹം വിൻസെന്റിനെ തുറച്ചു നോക്കി. പെട്ടെന്ന് തോളിലേക്ക് ഒരു കൈ അപ്രതീക്ഷിതമായി വരുന്നു. എന്താ? ചൂടുവെള്ളം കൊണ്ടുവന്നാ ഇവനെ തല്ലിയടി. ഞാൻ നിന്നോട് പറഞ്ഞായിരുന്നു എനിക്ക് എഴുതാൻ നേരത്തെ സമാധാനം വേണം. ഇങ്ങനെയാണ് എനിക്ക് ഇവിടെ എഴുതാൻ പറ്റത്തില്ല സിന്ധു. നമ്മുടെ വീട്ടിൽ വന്നിട്ട് അവൻ എന്നെ തല്ലല്ലേ. അങ്ങനെ വിൻസെന്റ് 10 പൈസ കൊടുത്ത് ഒരു വലിയ മന വാങ്ങുന്നു. ആ മനയിൽ ദുരാത്മാക്കളും
പ്രേതബാധകളും എല്ലാം നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു ദിവസം രാത്രി ചെല്ലുമ്പോൾ ദുരാത്മാവിനെ കണ്ട് ചോദിക്കുന്നു, ആരാടാ മുഖം മൂടി വെച്ചവരെ? അയ്യോ ഞാനാ. എന്തിനു വന്നു? ഞാൻ മറ്റേ അതെ റേഷൻ കാർഡ് എടുക്കാൻ വേണ്ടി വന്നാണ്. അപ്പം ഇന്ന് എന്തെങ്കിലും മണ്ണെണ്ണ കിട്ടത്തില്ലെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ്. സത്യം പറഞ്ഞില്ല, നിന്നെ ഞാൻ വെടിവെച്ചില്ല. അയ്യോ വെടിവെക്കല് വെടിവെക്കല് അയ്യോ വെടിവെക്കല് വെടിവെക്കല്. ആ ഹെൽമെറ്റ് ഒന്ന് ഉരിക്ക്. ഹെൽമെറ്റ് ഉരിക്ക്. അയ്യോ ഊരുണ്ടായിരുന്നു. അതെ സിന്ധു. എന്താ ചേട്ടാ? എന്താന്ന്? എന്താന്ന്? അവരെല്ലാം വീണ്ടും തല്ലി. എന്തിനാണ് ചേട്ടനെ പിടിച്ചിട്ട് ഇങ്ങനെ തല്ലണത് നീ? ഇനി ഞാനിവിടെ നിൽക്കത്തില്ല. പൊക്കോ. എനിക്ക് സമാധാനമില്ല. ഇവൻ എന്നെ എഴുതാൻ സമ്മതിക്കുന്നില്ല. അയ്യോ പക്ഷെ നിന്നെ ഞാൻ ജീവിക്കാൻ പറ്റത്തില്ല. എന്റെ ഫാമിലി ഗ്രൂപ്പിലും വാട്സ്ആപ്പ് ഗ്രൂപ്പിലും നിന്നെ പറ്റി ഞാൻ കുശുമ്പും കുഞ്ഞായ്മ പറയും. ഗ്രൂപ്പിലൊക്കെ പറഞ്ഞ് നാണം കെടുത്തും ചേട്ടാ. അവൻ ഇവിടെ ഇരുന്ന് എഴുതട്ടെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവൻ എഴുതിക്കോട്ടെ, നമുക്ക് എങ്ങാടേലും പോകാം. എവിടെ പോകാന്ന്? എങ്ങാടേലും പോകാന്ന്. ഒരു കാര്യം, അതെ ഞാൻ മറ്റേ ലോഡ്ജിന്റെ റൂം ചെക്കൗട്ട് ചെയ്തായിരുന്നോ? ഞാൻ ചെക്കൗട്ട് ചെയ്തില്ല. അപ്പൊ അതിന്റെ താക്കോലുണ്ടോ കയ്യില്? തരാലോ. ആ നീ ഞങ്ങൾ കുറച്ച് നാളെ ലോഡ്ജിൽ കാണും. നീ ഇവിടെ ഇറങ്ങി എഴുതിയിട്ട് അങ്ങ് സമാധാനത്തിന് പോയാൽ മതി. ഓക്കെ ശരി ശരി. കേട്ടല്ലോ? പൊക്കോ, പൊക്കോ, ആ, പൊക്കോ, പൊക്കോ. ആ, പോ. സമാധാനായിട്ട് എനിക്ക് ഇന്ന് എഴുതാം. അയ്യ അടിച്ചല്ലേ? അടിച്ചടിച്ച്. എടാ ഓ. നീ ഏതൊരു കഥ എഴുതണേന്ന് പറഞ്ഞില്ലായിരുന്നോ? ഓ, അതെ. ഈ പുതിയ കഥയുടെ പേരെന്തായിരുന്നു? ദുരന്തം വന്ന വഴിയിൽ. ദുരന്തം വന്ന വഴിയല്ല, വിളിച്ചു വരുത്തിയ ദുരന്തം. സിന്ധു. ദം 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 ദര ചര ദം ദം ദര ചര